ജനസഭയുടെ ബഹുമാന്യനായ സ്പീക്കർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവോപരി കേരളത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ, അവർക്ക് വേണ്ടിയല്ല അത് സമരം ചെയ്യുന്നത്. നേരത്തെ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഉന്നയിക്കാൻ പോകുന്ന പ്രമേയം, ഇത് കേരളത്തിലെ സർക്കാരിൻ്റെ കടമയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ്. അവരെന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ചെയ്യാം എന്ന ഒരു സ്ഥിരം മറുപടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ചില വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് നിരവധി വിഷയങ്ങൾ വളരെ പ്രമുഖരായ ആളുകൾ ഇതിന് ശേഷം സംസാരിക്കും. എന്തുകൊണ്ടാണ് ആശാ വർക്കർമാർ ഉണ്ടായത്? തീർച്ചയായും ദേശീയ തലത്തിൽ ഉണ്ടായ ഒരു നയം മാറ്റത്തിൻ്റെ ഭാഗമാണ് സേവന മേഖലകളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയും അവിടെ വളണ്ടറി സർവീസ് ഏർപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു നയമുണ്ട്. ആ നയത്തിൻ്റെ ഭാഗമായി ആശാ സംവിധാനം അഖിലേന്ത്യാ തലത്തിൽ നിലവിൽ വരികയും അതിൻ്റെ നടത്തിപ്പ് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനം. കാരണം ഭരണഘടന അനുസരിച്ച് ആരോഗ്യം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ്. നമുക്കറിയാം, ഭരണഘടനയിൽ 3 പട്ടികകളുണ്ട്. അതിൽ കേന്ദ്രം, സംസ്ഥാനം, സംയുക്തം, കൺകറന്റ്. ആരോഗ്യം പൂർണ്ണമായും സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സ്കീമുകൾ നടപ്പാക്കുമ്പോഴും കേരള സർക്കാരിനാണ് അതിൻ്റെ നടത്തിപ്പ് ചുമതല എന്ന് പറയുന്നത്. ഞാനിത് വളരെ ക്ലാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൽ ഈ ജീവനക്കാരെ നിയമിക്കുന്നതാരാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. ആരുടെയാണ് എന്ന് ചോദിച്ചാൽ, ആരാണ് ഇവരെ നിയമിക്കുന്നത്? കേന്ദ്ര സർക്കാരല്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഇവരെ നിയമിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരല്ല. അതുകൊണ്ടാണല്ലോ മന്ത്രിക്ക് ഇവരെയൊക്കെ പിരിച്ചുവിട്ട് ഞങ്ങൾ വേറെ ആളെ വയ്ക്കുമെന്ന് പറയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആളുകളെ പിരിച്ചുവിട്ട് വേറെ ആളെ വയ്ക്കുക? കേന്ദ്രത്തിൻ്റെ അനുമതി വേണ്ടേ ആളെ പിരിച്ചുവിടാനും തിരിക്കാനും? അപ്പം അത് വേണ്ട. അപ്പം നിയമിക്കാനുള്ള അവകാശം ആരോഗ്യ വകുപ്പിൻ്റെ അവകാശം. മൂന്നാമത്, ഇവരിപ്പോൾ പറയുന്ന സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ അതിൻ്റെ മെറിറ്റ് പറയുന്നില്ല, അതിൻ്റെ മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്ത് കൂടുതലും ഒരു സംസ്ഥാനത്ത് കുറവുമായിരിക്കുന്നത്? ഒരേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളവും തമിഴ്നാടും ബംഗാളും ഹരിയാനയും യു.പിയും വ്യത്യസ്ത ഓണറേറിയങ്ങളായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു ഓണറേറിയം വരിക. അപ്പോൾ ഓണറേറിയം കൊടുക്കേണ്ട ചുമതല ഈ പദ്ധതിയുടെ, നമുക്കെല്ലാം അറിയാം, നടപ്പാക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഇൻസെന്റീവ് കൊടുക്കാൻ മാത്രമാണ് ഇതിൽ കേന്ദ്രത്തിന് ഒരു പങ്കാളിത്തമുള്ളത്. ആ ഇൻസെന്റീവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവിന്റെ 60% മാത്രമാണ് കേന്ദ്ര സർക്കാരിന് പങ്കുള്ളത്. നിയമനത്തിലില്ല, ഇവരാര് വേണമെന്നുള്ളതില്ല, ഇവരെ പിരിച്ചുവിടുന്നതിലില്ല, ഇവരുടെ പ്രധാന വരുമാനമായ ഓണറേറിയം ചെയ്യുന്നതിലില്ല. ഇതിലൊന്നും കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഇതിനുശേഷം ഇവിടെ ഇപ്പോൾ പ്രമോദ് മുഴങ്കര കേരളത്തിൽ പ്രകടന പത്രികയെ കുറിച്ച് പറയും. അന്ന് അദ്ദേഹത്തിന്റെ പ്രമേയം അവതരിപ്പിക്കും. കേരളത്തിൽ LDF അതിന്റെ പ്രകടന പത്രികയിൽ 21,000 രൂപ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കേന്ദ്രം തരുവാണെങ്കിൽ കൊടുക്കാമെന്നാണ് വിലയിരുത്തിയത്. ഞാൻ വായിച്ചെനിക്ക് മനസ്സിലായില്ല. 21,000 രൂപ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുമെന്ന് ഒരു പ്രകടന പത്രികയിൽ എഴുതി വെച്ചത് കേന്ദ്രം തന്നാൽ കൊടുക്കും എന്നാണോ? തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 26,000 രൂപയാണ് CITU ആശാ വർക്കർമാർ ചോദിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ 21,000 ചോദിച്ചാൽ പോരാ, 26,000 കൂടുതൽ ചോദിക്കണം. കാരണം എന്താ? തമിഴ്നാട്ടിനേക്കാൾ ജീവിത ചെലവ് കേരളത്തിൽ കൂടുതലാണ്. തമിഴ്നാട്ടിൽ ഇവിടെ ഭരിക്കുന്നവർ കൂടി, ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും സഖ്യകക്ഷിയാണ് തമിഴ്നാട്ടിൽ. ആ തമിഴ്നാട്ടിൽ ആ സഖ്യകക്ഷിയായ സർക്കാരിനോട്
അവിടുത്തെ CITU ആവശ്യപ്പെടുന്നത്, ഇളവരം കരീമിന്റെ CITU ആവശ്യപ്പെടുന്നത് 26,000 രൂപയാണ്. ഇവിടെ ഇതൊക്കെ കൊടുക്കാൻ സർക്കാരിന് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ തമിഴ്നാട്ടിൽ 26,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ അവർ സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണോ സംസ്ഥാന സർക്കാരിനെതിരെയാണോ എന്ന് ചോദിച്ചാൽ, കാരണം ഓണറേറിയം നിശ്ചയിക്കാനുള്ള 100% അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്ന സത്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവർ മറ്റു പല സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരുപക്ഷെ ഇവിടെ ബാക്കിയുള്ളവർ പറയും. ഹരിയാനയിൽ ഇവർ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്, രാജസ്ഥാനിൽ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്, ഗുജറാത്തിൽ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ. ഇതൊക്കെ CITU ആശാ വർക്കർമാർ ചെയ്യുന്ന, അവരുടെ ആശാ വർക്കർമാരുടെ CITU യൂണിയൻ ചെയ്യുന്ന സമരമാണ്. എന്തുകൊണ്ട് അവിടെയൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത്? അവിടെ ഓണറേറിയം കൊടുക്കാനുള്ള ചുമതല കേന്ദ്ര സർക്കാരിനുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണോ ഓണറേറിയം നിശ്ചയിക്കുന്നത് എന്ന ഒറ്റ ചോദ്യത്തിന്റെ മറുപടിയിൽ തീരുന്നതാണ് ഇവരുടെ വാദങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ അവസ്ഥയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കുറവായിരിക്കും കൂടുതലായിരിക്കും എന്നൊക്കെ ഉണ്ട്. മറ്റൊന്ന് ഒരു കാര്യം കൂടി ഒരുപക്ഷെ ബാക്കിയുള്ളവർ പറയുമായിരിക്കും, നേരത്തെ സത്യാനന്ദ മറ്റു പറഞ്ഞതിന്റെ ഒരു കാര്യം കൂടിയാണ്. ചെറിയ സംഘടനകളാണ് സമരം ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ കാര്യമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഹരിയാനയിലെ CITUവിനേക്കാൾ അല്ലെങ്കിൽ ഗുജറാത്തിലെ CITUവിനേക്കാൾ ശക്തമാണ് ഇവിടെ നടക്കുന്ന സമരം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ അവിടെ അവർ സമരം നിർത്തിവെക്കാൻ അടിയന്തരായിട്ട് വൃന്ദ കരാട്ടൊക്കെ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ വൃന്ദ കരാട്ട് പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഈ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അത് ഗുജറാത്ത് ഗവൺമെന്റിനെതിരെയുമാണ്. ഞാൻ പറഞ്ഞു വന്നത് വളരെ ലളിതമാണ്. കേന്ദ്ര സർക്കാർ തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടണം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ആശാ വർക്കർമാരെല്ലാവരും അതിനോട് യോജിക്കുന്നവരാണ്. ഇൻസെന്റീവ് കൂടുതൽ കിട്ടണം, ഇൻസെന്റീവിന്റെ നിയന്ത്രണങ്ങൾ മാറ്റണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ അവകാശങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ ഓണറേറിയം ഇവരാദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ കടമയിലുള്ള ഓണറേറിയം ഇന്ന് 7,000 രൂപ ഞങ്ങൾ 8,000 ആക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സമരം അവിടെ പോയി ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയി ഇൻസെന്റീവ് കൂട്ടാൻ സമരം ചെയ്യാമായിരുന്നു. അതാണ് കാര്യം. നമ്മൾ സമരം ചെയ്യാനേ 7,000 എന്നത് ഞങ്ങളിതാ ഇവിടുത്തെ വിലക്കയറ്റവും ഒക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് ഒരു 8,000 ഞങ്ങൾക്ക് തരാം. അതാണ് നേരത്തെ സത്യാനന്ദമായിട്ട് പറഞ്ഞ പോലെ ഒരു ഡയലോഗ്. ഏത് തൊഴിലാളി സമരം അങ്ങനെ തന്നെയാണ്. കയർ തൊഴിലാളി സമരം തുടങ്ങിയ കാലത്ത് കേരളത്തിലെ കയർ തൊഴിലാളികളുടെ ബഹുഭൂരിപക്ഷമൊന്നും CITUവിന്റെ അന്നത്തെ AITUCയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം അറിയുന്നത്. ഞാൻ വിചാരിച്ചു കർഷക തൊഴിലാളി സമരം ചെയ്യുമ്പോൾ കർഷക തൊഴിലാളിയുടെ ബഹുഭൂരിപക്ഷവും സമരത്തിന് വന്നിരുന്നില്ല. ഇതിനെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ചെറിയൊരു പങ്കല്ലേ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഒരു ചെറിയ വിഭാഗം വരുന്നു. മാത്രമല്ല കഴിഞ്ഞ 25-30 വർഷമായി ഉറപ്പായി പറയാൻ കഴിയും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു രാഷ്ട്രീയ കക്ഷി വഴിയല്ല, ജനങ്ങളുടെ ജനകീയ സമരം വഴിയാണ് എന്നതാണ്. ഏത് വിഷയം നിങ്ങളുണ്ടോ, അത് ഭൂമിയുടെ വിഷയമാവാം, ആദിവാസിയുടെ വിഷയമാവാം, ദളിതന്റെ വിഷയമാവാം, സ്ത്രീകളുടെ വിഷയമാവാം, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ വിഷയമാവാം. ഈ വിഷയങ്ങളൊന്നും കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളല്ല, കേരളത്തിലെ ഇരകളാക്കപ്പെടുന്ന ഒരുപക്ഷെ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ ദശാന്തമായിട്ട് വളരെ നന്നായി പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾ ചെയ്യുന്ന സമരം തെറ്റാണ് എങ്കിൽ CIA വിരുദ്ധ സമരവും തെറ്റാണ് എന്ന് BJP പറയുന്നത് പോലെ ഉള്ള ഒരു വാദമാണ്. CIA സമരം തെറ്റാണ് എന്ന് ഒരുപക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞേക്കൂട്ടോ, ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല, അവർ പറഞ്ഞേക്കും, അത് പറയാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഏതാണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം, ആരാണ് ആശാ വർക്കർമാരുമായി ചർച്ച ചെയ്ത് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്? വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്ത ഓണറേറിയം കൊടുക്കുന്നത് തന്നെ ഓണറേറിയത്തിന്റെ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇവിടെ ആരോഗ്യ മേഖല ഇന്ന് ഒരു വളണ്ടറിവൽക്കരിക്കപ്പെട്ട അവസ്ഥയുണ്ട്. ഇല്ല നമ്മൾ പറയുന്നില്ല. അത് വളണ്ടറിവൽക്കരിക്കപ്പെട്ടത് കൊണ്ടാണ്
ആരോഗ്യ മേഖലയിലെ സ്ഥിരം തൊഴിലാളികളായിരുന്ന ആളുകളെ മാറ്റി ഈ പറഞ്ഞതുപോലെ അനൗപചാരിക തൊഴിലാളികളെ നടത്തി കൊണ്ടുവന്നത്. അതിനെതിരെ സമരം ചെയ്യാനും അപ്പോൾ കേന്ദ്രത്തിനെതിരെ ആ നയം മാറ്റണമെന്ന് കേരള സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ കേരള സർക്കാരിന് വേണമെങ്കിൽ അത് ചെയ്യാം. കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ഇപ്പോൾ ചുമട്ടുതൊഴിലാളി എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, ശുചിത്വ തൊഴിലാളി എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, ഓരോ സംസ്ഥാനത്തും അതിൻ്റെ സ്റ്റാറ്റസ് വരെയാണ്. ചെയ്യാൻ കഴിയണം. ഈ സമരത്തിൽ ആശാവർക്കർമാർക്കൊപ്പമാണ് കേരളം. ഈ ജനസഭയ്ക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ്.